ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ലവ് ബോംബിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളോട് ഈ ഒരു ലവ് ബോംബിങ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിന്റെ സയൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ലവ് ബോംബിങ്ങിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. അതായത് നമ്മുടെ പാർട്ട്ണർക്ക് ഈ രീതിയിലാണ് നമ്മളോട് സ്നേഹമുള്ളത് എന്നുണ്ടെങ്കിൽ, ഈ ലവ് ബോംബിംഗ് ആണ് അവർക്ക് അവരുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമ്മൾ സ്വയം പരിരക്ഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ലവ് ബോംബിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാലും മതി. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളോട് ഈ പറയുന്ന ലവ് ബോംബാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിർത്തികൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതായത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവരോട് പറയുക, നമുക്ക് ഇങ്ങനെ ബൗണ്ടറീസ് വെക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. മീൻസ് എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രീഡം എനിക്ക് വേണം, അതിൽ കയറി ഇടപെടരുത് എന്നുള്ളത് കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹാഷായിട്ട് പറയാൻ നിൽക്കരുത്. നിങ്ങൾ വളരെ സൗമ്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ലവ് ബോംബിങ് വന്നു കഴിഞ്ഞാൽ നല്ല സ്നേഹമായിരിക്കും ആദ്യമൊക്കെ, പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മളുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്ന ഒരു അവസ്ഥ വരാം. അതായത് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ, അവർ പ്രത്യേകിച്ച് അതിർത്തികളൊന്നും വെക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് വരാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അവരെ അറിയിക്കുക. അതായത് ബൗണ്ടറീസ് വെക്കുക എന്നുള്ളതാണ്. കൃത്യമായി ബൗണ്ടറീസ് വെക്കാം. അത് അവരോട് നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു വഴക്കുന്ന രീതിയിലല്ല, കൃത്യമായി അവരെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ബൗണ്ടറീസ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥിരതയ്ക്കായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെ ആകുന്നത് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ഒരു ലവ് ബോംബിങ്ങിന്റെ സൈനായിട്ട് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ വാക്കുകളും അതുപോലെ തന്നെ പ്രവൃത്തികളും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളത്. അത് അവർ ലവ് ബോംബിംഗ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൈനാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെ ആവണമെന്ന് നിങ്ങൾ അവരോട് പറയുക. അതല്ലെങ്കിൽ അവരുടെ ഈ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആകുന്നുണ്ട്, യോജിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. മീൻസ് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത് ഒരു രീതിയിൽ, അല്ലെങ്കിൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാവുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അവിടെ സമാധാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടുകയില്ല എന്നുള്ളതാണ്. കാരണം ഇവര് മനസ്സിൽ വിചാരിക്കുന്നത് വേറൊന്നായിരിക്കും, ചെയ്യുന്നത് വേറൊന്നായിരിക്കും, പറയുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ ഒരിക്കലും അത് റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ വളരെ ഗുരുതരമായ രീതിയിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പറയുന്ന വാക്കും അവർ ചെയ്യുന്ന പ്രവൃത്തികളും യോജിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുക. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിങ്ങൾ കുറച്ചുകൂടി മുൻഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ പറയുന്ന ലവ് ബോംബുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അത് അവരുടെ കൂടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്നത് നമ്മളെ തന്നെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഫുൾ ശ്രദ്ധയും ഇഷ്ടവും നമ്മൾ ആ പേഴ്സണിന് കൊടുക്കും. അപ്പം നമ്മൾക്ക് സ്വയം ശ്രദ്ധിക്കാനോ പരിചരണത്തിനോ സമയം കൊടുക്കാത്തൊരവസ്ഥ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്വയം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുറത്ത് നിന്ന് പിന്തുണ തേടുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയുമായിട്ടോ ഒക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് എൻ്റെ പാർട്ട്ണർ, ഇങ്ങനെയാണെന്നുള്ളത് അവരോട് പറയാം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ അഥവാ ഒരു പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനുള്ള ആളുകളായിട്ടും അവരുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്നും അല്ല ശരിക്കും നമ്മൾ ഈ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരോട് പറയേണ്ടത്. അതായത് ഇങ്ങനെ ആരോടെങ്കിലും നമ്മളിത് ഷെയർ ചെയ്യുക. ബിക്കോസ് ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനൊരു സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരോട് പറയാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനെയൊക്കെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുമായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ കൗൺസിലറെ കാണാനോ ഒക്കെ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഈ കാര്യങ്ങൾ പറയാനും അവരുടെ ഒരു പിന്തുണ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കാനും ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സ്വയം ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഒരു ടോക്സിക് റിലേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് ഈ ഒരു ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള ആൾക്കോ ഒരിക്കലും നന്നായിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവർക്ക് അത്ര വലിയ പ്രശ്നം വരില്ലെങ്കിലും നിങ്ങൾക്കത് അത്ര നല്ല രീതിയിലായിരിക്കില്ല എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. സോ പിന്നെ ഈ ഒരു കാര്യം മനസ്സിലായതിനു ശേഷം, അതായത് ലവ് ബോംബിംഗ് ആണെന്നുള്ളത് മനസ്സിലായതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പറയാം. അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മനോഹരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു ബന്ധം തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.